തിരുവനന്തപുരം കൊട്ടാരക്കര MC റോഡ് ക്യാരറ്റിനും കിളിമാനിനും ഇടയിലായിട്ടാണ് ഈ കാണുന്ന ചട്നി മാമി എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതേ MC റോഡിലുള്ള വഴിയോരക്കട, വളരെ ഫേമസായ വഴിയോരക്കടയുടെ അടുത്ത ബ്രാഞ്ചാണ് ചട്നി മാമി. പുതിയ റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ജംബോ ദോശ, ഫാമിലി ദോശ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അറിയപ്പെടുന്നത് ബാഹുബലി ദോശ എന്നാണ്. അതായത് ഫാമിലി ദോശ, വലിയ ദോശ. അത് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ശരിക്കും ഞങ്ങളവിടെ ചെന്നത്. ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണിക്കിടയ്ക്കാണ് അവിടെ ചെല്ലുന്നത്. ലഞ്ചിൻ്റെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ദോശ കിട്ടിയില്ല. കാര്യം 4 മണി കഴിഞ്ഞിട്ടേ ദോശയുടെ സർവീസുള്ളൂ. അപ്പോൾ നിലവിലുള്ളത് സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിക്കാൻ തീരുമാനിച്ചു. അടുത്ത പ്രാവശ്യം വെക്കേഷൻ വരുമ്പോഴത്തേക്ക് ദോശ മാമിയിൽ വന്ന് ഈ ബാഹുബലി ദോശ കഴിക്കാമെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഒരുപാട് ടൈപ്പ് ചട്നികളും സാമ്പാറും വടയൊക്കെ ചേർത്താണ് നമുക്ക് ഈ ഫാമിലി ദോശ കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബാഹുബലി ദോശ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് മുമ്പിലായിട്ട് അവിടെ സെർവ് ചെയ്യുന്ന ലേഡി മണി മുഴക്കിക്കൊണ്ടാണ് ശരിക്കും വന്ന് ഈ ദോശ സെർവ് ചെയ്യുന്നത്. ചട്നി മാമി എനിക്ക് വീടിന് വളരെ അടുത്ത് തന്നെയാണ്. എടുത്തു പറയേണ്ട സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ പാർക്കിംഗ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു. അതുപോലെ റെസ്റ്റോറൻറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്പൺ എയർ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു ചെറിയ ടീ കോഫി സ്നാക്സ് ഏരിയ പ്രത്യേകം ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിശാലമായ സീറ്റിംഗ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ കളർഫുള്ളായിട്ടുള്ള ആംബിയൻസും വൈബുമായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അതുപോലെ എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ടുള്ള നല്ല നല്ല സ്റ്റാഫുകളും ഒക്കെ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഊണ് തീർന്നു വരുന്ന സമയമായതുകൊണ്ട് എനിക്ക് മോട്ടർ റൈസ് കിട്ടിയില്ല. പകരം ബസുമതി റൈസായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 1-2 ഐറ്റം അവിയലിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സാധനമാണ് അവിയലിൻ്റെയൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു സദ്യ ഓർഡർ ചെയ്തു. നാട്ടിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കല്യാണത്തെങ്കിലും പോയി ഒരു സദ്യ കഴിക്കണം മതിയായ കൊതിയുള്ളതാണ്. അപ്പം ഇപ്രാവശ്യം വെക്കേഷൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് സദ്യ കഴിക്കാൻ പറ്റി. വൈഫ് ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ചില്ലി പനീറുമായിരുന്നു, സെമി സോസ്. അതും ടേസ്റ്റ് ചെയ്തു. സൂപ്പറായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയാണ്. നല്ല സർവീസും ഒക്കെ ആയിരുന്നു. അങ്ങനെ മോളുടെ കൂടെ ആഘോഷിച്ച് സന്തോഷമായിട്ട് നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റി. ഇപ്പോൾ നിലവിൽ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായിട്ടാണ് ചട്നി മാമി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ ചേർന്ന് തന്നെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ നോൺ വെജോട് കൂടിയുള്ള ഒരു പ്രോപ്പർട്ടി ചട്നി മാമിയുടെ അടുത്ത് വരാനായിരിക്കാമെന്ന് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സദ്യ ഏകദേശം ഫിനിഷ് ചെയ്യേണ്ട ടൈമായി വരുന്നു. ഞാനും മോളും കൂടെ ഒരേ ഇലയിൽ നല്ലപോലെ കഴിച്ചു. 3 ടൈപ്പ് പായസമൊക്കെ കൂടി എക്സ്ട്രാ യോഗർട്ടും ഒക്കെ തന്നു. ഞാൻ പറഞ്ഞില്ല, രസമൊക്കെ കയ്യിലൊഴിച്ച് തന്നു. വളരെ നല്ല സർവീസായിരുന്നു. അതുപോലെ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇൻചാർജ് മിസ്റ്റർ അനീഷ്, അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പറ്റി. പുള്ളി അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ സർവീസിനുണ്ടായിരുന്ന ഒരു പയ്യനാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരാനൊക്കെ സഹായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും വളരെ കോപ്പറേറ്റീവായിരുന്നു. ലേഡി സ്റ്റാഫുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നല്ലൊരു സദ്യ, വൈറ്റ് റൈസ് ആണെങ്കിൽ കൂടി ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു സംതൃപ്തിയിലാണ് ഇപ്പോൾ ശരിക്കും. തീർച്ചയായിട്ടും 6 തൊട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചട്നി മാമിൽ നിന്ന് കയറണം. അവിടുത്തെ പറ്റുന്നുണ്ടെങ്കിൽ ബാഹുബലി ദോശ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ലേറ്റായി ചെന്നതിനാലാണ് സദ്യയിൽ ശരിക്കും പറഞ്ഞാൽ മോട്ടോ റൈസിൻ്റെ അവിയലിൻ്റെയും അങ്ങനെ 1-2 ഐറ്റംസിൻ്റെ മിസ്സിങ് ഉണ്ടായത്. പക്ഷേ ബില്ല് തന്നപ്പോഴത്തേക്ക് നമുക്ക് 260 രൂപയെ ഒരാൾക്ക് സദ്യക്ക് ചാർജ് ചെയ്തുള്ളൂ. അങ്ങനെയും വളരെ കോപ്പറേറ്റീവായിരുന്നു ചട്നി മാമിയിലെ മാനേജ്മെൻറ്റ്. ഇതാണ് ആ ബില്ല്. ഇദ്ദേഹമാണ് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട സുഹൃത്ത് അനീഷ്. റെസ്റ്റോറൻറ്റ് ഇൻചാർജാണ്. സ്ഥലം അടുത്ത് തന്നെയാണ്. പിന്നെ
ചില്ലി പനീറിന് 270 ചപ്പാത്തിക്ക് 22 രൂപയായിരുന്നു ചാർജ്. മറ്റുള്ള വില നിലവാരം അറിയില്ല, ഒന്നിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എങ്കിലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവഴി യാത്ര ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും നമ്മുടെ ചട്നി മാമിയിൽ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഓൾ, ബൈ.